ബാക്കിലെ തുണി മാറ്റിട്ട് കൊറേ നേരം അങ്ങനെ ഇടും. കൊറേ നേരം ഇന്നലെ വരും. ആദ്യായിട്ട് ലൈവില് വരെയാണ്. ലൈവ് അല്ല ലൈൻ. ലൈവ് ലൈൻ. നമ്മളെ കാണാൻ ആരുമില്ല. ലൈനടിക്കാൻ വേണ്ടി പോണ പോലെ നമ്മളെ കാണാൻ ആരുമില്ല. വെട്ടിത്തരെന്ന് പറയണ്ട കേട്ടാ, റെക്കോർഡാവും. ലൈവ് ഇതേ കൊണ്ട് 44 സെക്കൻഡ് ആയില്ലേ. ഒരു വർഷം കൂടുമ്പോ ഒരു വീഡിയോ ഇടും. ഞാൻ എപ്പോഴും ലൈവില് വരുന്ന ആളല്ല. അതുകൊണ്ട് നമ്മളെ കാണാൻ ആരുമില്ല. നമ്മളെ ലൈവില് വരുന്നത് വെറും വലിയ പബ്ലിക് പ്രോഗ്രാമിൽ മാത്രമാണ്. ആരുമില്ലടേ, ഒന്നുമില്ലടേ. ഡേ മക്കളെ കേറി വാടേ. നമ്മളെ പിള്ളേരുണ്ടെങ്കിൽ പഠിച്ചു വിളിച്ചത്. മോനെ 1.5 മിനിറ്റ് ആയിട്ട് ആരും കാണാനല്ലേ. ഇനിയിപ്പോ ലൈവില് വന്നാലും വന്നില്ലെങ്കിലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് വരുന്നു പറയാൻ ഒരുപാട് കാര്യങ്ങളാണ്. വീട്ടിൽ ഞാൻ മാത്രമല്ലേ പണിക്ക് പോകണുള്ളൂ, ഇവരാരും പണിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പറഞ്ഞമാതിരി പറഞ്ഞാൽ താടിയൊക്കെ ശരിയാക്കണം, മുടിയൊക്കെ റെഡിയാക്കണം. നീ വരുന്നില്ലേ? നിനക്കല്ലേ കിടന്ന് ലൈവില്ല ആരും ഉണ്ടായിട്ട് എന്താ കാര്യം? ആരും വരണമെന്നൊന്നുമില്ല. എനിക്കിത് പരിചയമില്ല. കാത്തിരുന്ന് മുഷിഞ്ഞു ഞാൻ എന്റെ നമ്പർ അവരോടെ 1, 2 അങ്ങനെ കാണിക്കുക. അപ്പൊ അതുണ്ടെന്ന് അറിയാം. നമ്മള് അദൃശ്യമായിട്ട് ഇങ്ങനെ കാണുന്നുള്ളൂ. അവരെ കാണാൻ പറ്റില്ല. അവരെ കാണാം. നിന്റെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ വരുമ്പോ അവരെ കാണാൻ പറ്റുമോ? എല്ലാരും കൂടി ഇതിൽ ഒതുങ്ങുമോ? എല്ലാരും പണിക്ക് പോയേക്കോ. ഞാൻ പണിയില്ലാണ്ട് ഇവിടെ ഇരിക്കുന്ന നോക്കിട്ട്, ഞാൻ പനി പിടിച്ച കാരണം പണിയില്ലാണ്ടിരിക്കുന്ന കാരണമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോ ആര് ലൈവില് കാണുന്നു? സമയം എത്രയായി? 2:52. വേറെ സംഭവം ബിഗ് ബോസിന്റെ റസ്മിനില്ലേ, അവള് ലൈവില് വന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നത്. അപ്പൊ പിന്നെ സമാധാനിക്കാം. അവര് വരുന്നെങ്കിൽ കാര്യമില്ലല്ലോ. അല്ല, അവര് വരുന്നത് ആൾക്കാർ പെട്ടെന്നൊന്നും വന്നിട്ടൊന്നുമില്ല. വന്നു. ഒരാള് വന്നിട്ടല്ല. അതാരാണ് ആദ്യമായിട്ട് വന്നത്? ആളെ പേരെന്ന് പറഞ്ഞ കാക്കട്ടെ. ആരാണ്? അതെങ്ങനെ പറയുന്നറിയാ? അതെങ്ങനെ അറിയാ പറയുന്നെന്ന്? പിന്നെ ഓടിപ്പോയി. വന്നപാടെ പോയി. പിന്നെ ഒരാള് വന്നു.